പറഞ്ഞു ഞങ്ങൾക്ക് ഇത് കുടുംബാധിപത്യമല്ലേ, കുടുംബമാണ് സാർ. അവരെല്ലാം ലോക്സഭയിലേക്ക് മത്സരിച്ച് വന്നവരാണ്. ലോക്സഭയിൽ മത്സരിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റുമോ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളിപ്പോ കേരളത്തിൽ ഭരണം നടത്തുന്നുണ്ട്. ആരൊക്കെയാ ഭരണം? പിണറായി വിജയൻ. ഇന്നിപ്പോ ഹൈക്കോടതി നോട്ടീസ് അയച്ച മകൾ വീണ വിജയൻ കമ്പനി തുടങ്ങുന്നതാണെങ്കിലോ ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ സ്മൃതി കുടീരത്തിൽ ഉയർത്തിപ്പിടിച്ച തിരുവനന്തപുരത്തെ AKG സെന്ററിന്റെ അഡ്രസ്സിൽ കമ്പനി തുടങ്ങാം. മനസ്സിലായില്ലേ? അങ്ങനെ കമ്പനി തുടങ്ങാം. മകളെ വിവാഹം കഴിച്ചാൽ ഉടൻ തന്നെ മരുമകൻ അദ്ദേഹം മുമ്പ് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്, അത് ശരിയാണ്. പക്ഷെ എങ്കിലും ഒരു ബോണസ് എന്ന നിലയിൽ മന്ത്രിയാക്കാം. എന്നിട്ടോ മുൻ പോളിറ്റ് ബ്യൂറോയുടെ മെമ്പർക്ക് ഇപ്പോ പാലക്കാട്ട് മത്സരിക്കാം. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇരിങ്ങാലിക്കുടയിൽ നിന്ന് മത്സരിച്ച് മന്ത്രി ആർ ബിന്ദുവിന് മന്ത്രിയാകാം. അയ്യോ, നിങ്ങൾക്ക് അതൊക്കെ ആവാം കേട്ടോ. ശൈലജ ടീച്ചർക്ക് ഇവിടെ MP ആയിട്ട് മത്സരിക്കാം. മട്ടന്നൂരിൽ നിന്ന് മത്സരിക്കാം. മട്ടന്നൂരിലെ നഗരസഭാ അധ്യക്ഷനായിട്ട് ശ്രീ ഭാസ്കരൻ വരാം. ശൈലജ ടീച്ചറുടെ ഭർത്താവിന് മുനിസിപ്പൽ ചെയർമാനാകാം. കൊള്ളാലോ, അത് കൊള്ളാലോ. നിങ്ങൾക്ക് ഒരു കറക്ക് കമ്പനി പോലെ ഒരു ജില്ലയിലുള്ള 5-6 പേർക്ക് 6-7 കുടുംബത്തിലുള്ള ആളുകൾക്ക് ഇതെല്ലാം ആകാമെന്ന് സുഖിക്കാം. ഇന്ത്യ രാജ്യത്തിലെ വടക്കും തെക്കുമായി കിടക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ അങ്ങേയറ്റത്തു നിന്നും ഇങ്ങേറ്റത്തേക്ക് ജനങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് ആളുകൾ വന്നാൽ അത് കുടുംബാധിപത്യം. കൊള്ളാം കേട്ടോ. മിക്കവാറും ഇവിടെയും നിങ്ങൾക്ക് ഊന്നുവടിയായിട്ട് നിങ്ങൾ നിൽക്കേണ്ടി വരും. ഈ ശിവദാസൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് മുദ്രാവാക്യം വിളിച്ച് ബസ്സിൽ പോകുന്ന വീഡിയോ ഞാൻ കാണിക്കണോ? രാഹുൽ ഗാന്ധി സിന്ദാബ, ഫാസിസം തൊലയട്ടെ എന്ന് ഹിന്ദിയിൽ വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു പോകുന്ന ശിവദാസന്റെ വീഡിയോ ഞാൻ കാണിക്കണോ? ഞാൻ പറയണോ? അന്ന് വിളിച്ച മുദ്രാവാക്യം എന്താണ്? ഫാസിസത്തിനെതിരാണ്. എന്തുകൊണ്ടാ? ശിവദാസിന് മറുപടിയുണ്ട്. ആ രാഹുൽ ഗാന്ധിയാണ് പ്രതീക്ഷ. ശിവദാസിന് മറുപടിയുണ്ട് ശ്രീ ഷഫീർ. അല്ലല്ല, ഞാൻ അദ്ദേഹത്തിന്റെ സമയത്ത് പറയട്ടെ. അല്ലല്ല, ഞാൻ പറയില്ല. അദ്ദേഹത്തിന്റെ കുറിച്ച് വെച്ചോ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞു അയ്യോ CPM എല്ലാവരുമായിട്ടൊക്കെ ചേരും, കോൺഗ്രസിന് വേണമെങ്കിൽ ചേരാം. എന്റെ പൊന്നു സഹോദര, സിക്കാർ സീറ്റിനെ കുറിച്ച് നിങ്ങൾ പരാമർശിച്ചു. നിങ്ങൾക്ക് ദേശീയ പദവി കിട്ടാൻ വേണ്ടി ത്യാഗം സഹിച്ചത് കോൺഗ്രസാ. അറിയോ? രാജസ്ഥാനിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ സ്ഥാനാർത്ഥി സുഭാഷ് മഹാനി കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച വോട്ട് 4,70,75,000 വോട്ടാ. 4,70,75,000 വോട്ട് പിടിച്ച സുഭാഷ് മഹാനിയെ മാറ്റി വെറും 35,000 വോട്ട് പിടിച്ച അമ്രാറാമിന്റെ അരിവാൾ നക്ഷത്രം നിങ്ങൾ വരച്ചു വെച്ചത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചരണം നടത്തിയ കൈപ്പത്തിക്കകത്ത് അരിവാൾ ചെറുതായിട്ട് വരച്ചു വെച്ചാണ് നിങ്ങൾ ജയിച്ചതെന്നുള്ള കാര്യവും, നിങ്ങൾക്കൊരു 3-4 MP ഞങ്ങളുടെ കൂടി ഫോട്ടോ വെച്ചത് കൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് 2 കിട്ടിയതെന്നുള്ള കാര്യവും നിങ്ങൾ ഓർത്തു വെക്കണം. ശ്രീ രാധാകൃഷ്ണന്റെ അരിവാൾ ചുറ്റിക ഒഴികെ ബാക്കി സകല അരിവാൾ ചുറ്റികയും കോൺഗ്രസിന്റെ ഔദാര്യമാണെന്ന് നിങ്ങൾ ഓർമ്മിച്ചു വെച്ചോ. അല്ലെങ്കിൽ വല്ല മരപ്പട്ടി അടയാളത്തിലോ അതല്ലെങ്കിൽ തവളയുടെ അടയാളത്തിലോ നിങ്ങളുടെ തന്നെ ശ്രീ AK ബാലൻ പറഞ്ഞതുപോലെ നീരാളി അടയാളത്തിലോ ഒക്കെ പോയി മത്സരിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു. ഒഴിവാക്കിയത് ഞങ്ങളാണ്. ഞങ്ങളെ വെറുതെ ഇട്ട് കുത്തല്ലേ. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഉപേക്ഷിച്ചതിനെ കുറിച്ച് പറഞ്ഞു. മാപ്പ് പറയണമത്ര. എന്തിനാ നിങ്ങൾ മാപ്പ് പറയുന്നേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ചേലക്കരയിൽ നിന്ന് ജയിച്ച് മന്ത്രിയായ രാധാകൃഷ്ണൻ ഇപ്പോൾ ഒഴിഞ്ഞ് MP ആയിട്ട് പോയി. ചേലക്കരക്കാരോട് നിങ്ങൾ എന്ത് പറയും? രാധാകൃഷ്ണൻ വഞ്ചിച്ചു എന്ന് നിങ്ങൾ പറയോ? നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റോ? മന്ത്രി രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിന്നുള്ള ആള്, ചേലക്കരയിൽ നിന്ന് MLA ആയി മന്ത്രിയായ ആൾ അവിടെ നിന്ന് രാജിവെച്ച് MP ആയിട്ട് പോയി. ചേലക്കരക്കാരോട് നാളെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പറയോ അയ്യോ ഞങ്ങളുടെ രാധാകൃഷ്ണൻ വഞ്ചിച്ചതല്ല കേട്ടോ, ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിനെ വ്യാപിപ്പിച്ചതാണ് എന്ന് നിങ്ങൾ പറയോ? പറയില്ലല്ലോ, പറയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അല്ല. അതെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കും ശിവദാസ. ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ശ്രീ ഖാർഗെയാണ്, മല്ലികാർജുൻ ഖാർഗെ. 78 കൊല്ലത്തിൽ കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ട് അങ്ങോട്ട് കയറി കളിക്കണ്ട. അതിനൊന്നും നിങ്ങൾ ആയിട്ടില്ല. ആവുമ്പോ ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ പാർട്ടിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എതിരെ അടിക്കാനൊന്നും ആയിട്ടില്ല. ഇനി ഒരു കാര്യം, നിങ്ങളുടെ വീണ മോളെ മത്സരിപ്പിക്കാൻ പറ്റുമോ? മാസപ്പടി കേസിൽ കോടിക്കണക്കിന് രൂപ 9 കമ്പനികളിൽ നിന്ന് 10-12 കോടി രൂപ വെച്ച് മാസം തോറും അക്കൗണ്ടിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട് എന്ത് സേവനം കൊടുത്തു എന്ന് പറയാൻ പറ്റാത്ത മകൾക്കോ മരുമകനോ അല്ലെങ്കിൽ AI ക്യാമറയുടെ കരാറ് കിട്ടിയ അമ്മായിയപ്പന്മാരും ഒക്കെ കൂടി ഇരുന്നങ്ങോട്ട് സിൻഡിക്കേറ്റ് പോലെ ഭരിച്ചിട്ട് ഞങ്ങളോട് പറയാ മക്കളുടെ രാഷ്ട്രീയം പാടില്ല കേട്ടോ, മരുമക്കളുടെ രാഷ്ട്രീയം പാടില്ല കേട്ടോ, അമ്മായിയപ്പൻ രാഷ്ട്രീയം പാടില്ല കേട്ടോ. ആരോടാ പറയണത്? ഓർമ്മിച്ച് വേണം സംസാരിക്കാൻ. 2 BJPയോടാണ്. സഹോദര, നിങ്ങൾക്ക് കേരളത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ച് നിങ്ങൾ 2 തവണ ഒന്ന് വായിക്കണം. എന്താ വായന? ആ വായന ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ ക്യാബിനറ്റിൽ 20 പേരുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് കുറിച്ചു വെക്ക്. 20 പേര് അച്ഛന്റെ തണലിൽ വളർന്നു വന്നവരാ.
ശ്രീ ഞങ്ങളുടെ പരിണിതപ്രജ്ഞനായ നേതാവ് ശ്രീമാൻ AK ആന്റണിയുടെ മകൻ ഒരു കഴിവില്ലാത്തവരാ. എന്നിട്ട് AK ആന്റണി എന്ന ബിംബത്തെ ആ പേരുപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ കടത്തിക്കൊണ്ടുപോയി. ലീഡർ ശ്രീ K കരുണാകരന്റെ മകള് വർക്ക്സ് ഫ്രം ഹോം, ഇന്ന് വരെ വെയിൽ കൊണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ജോലി ചെയ്തിട്ടില്ലാത്ത, ഇന്ന് വരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ലാത്ത, അച്ഛന്റെ തണലിൽ പിന്നെ KTDC ചെയർപേഴ്സണായ അച്ഛന്റെ തണലിൽ പലതും നേടിയിട്ടുള്ള മകളെ കൊണ്ടുവന്ന് നിങ്ങൾ മത്സരിപ്പിച്ചു. നിങ്ങളിപ്പോ കൊണ്ടുപോയി, നിങ്ങളിപ്പോ ഭാരവാഹിയാക്കാൻ പോകുന്നു, ഗവർണറാക്കാൻ പോകുന്നു. K കരുണാകരന്റെ ലെഗസിയെ കടമെടുക്കാനുള്ള ആവേശമാണ്, പാരമ്പര്യത്തെ കട്ടെടുക്കൽ. നിങ്ങൾക്കറിയോ നിങ്ങളുടെ പീയൂഷ് ഗോയൽ ആരുടെ മകനാ അറിയോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പീയൂഷ് ഗോയൽ വേദ് പ്രകാശ് ഗോയലിന്റെ മകനാണ്. നിങ്ങൾക്കറിയോ? തീർന്നില്ല. ആരാ ജിതിൻ പ്രസാദ്? ജിതേന്ദ്ര പ്രസാദിന്റെ മകനാണ്. ആരാ ധർമ്മേന്ദ്ര പ്രധാൻ? ദേവേന്ദ്ര പ്രധാന്റെ മകനാണ്. ആരാ കമലേഷ് പാസ്വാൻ? ഓം പ്രകാശ് പാസ്വാന്റെ മകനാണ്. ആരാ ശരണ്യ താക്കൂർ? വെസ്റ്റ് ബംഗാളിലെ മഞ്ജുൾ ഠാക്കൂറിന്റെ മകളാണ്. ആരാ അർണപൂർണ ദേവി? അറിയോ? ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. 20 എണ്ണി പറഞ്ഞുതരാം. നിങ്ങളുടെ ഇപ്പോഴത്തെ മോഡി ക്യാബിനറ്റിലെ ആളുകൾ അച്ഛന്റെ തണലിൽ, അമ്മായിയപ്പന്റെ തണലിൽ, കൊച്ചച്ഛന്റെ തണലിൽ, അമ്മയുടെ തണലിൽ മകനായി, മരുമകനായി, ചെറുമകനായി, കൊച്ചുമകനായി രാഷ്ട്രീയത്തില് വളർന്നു വന്ന് കോർപ്പറേറ്റുകളായിട്ട് പടർന്നു പന്തലിച്ച മക്കളുടെ കഥകൾ ഞാൻ പറഞ്ഞു തരണോ? ഒരു ക്രിക്കറ്റ് മാച്ച് നേരെ പിടിക്കാൻ അറിയാമോ നിങ്ങളുടെ അമിത്ഷായുടെ മകൻ? എന്തിർ ഷാ? ആ ഷായ്ക്ക് അറിയോ ഒരു ക്രിക്കറ്റ് മാച്ച് പിടിച്ച പാരമ്പര്യമുണ്ടോ? നിങ്ങള് അവിടെ BCCയുടെ തലവനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. നേരാവണ്ണം ഒരു റബ്ബർ പന്തെടുത്ത് ഒരു ബോളറി അറിയാവോ? കൊണ്ടുവന്നാക്കി അച്ഛന്റെ തണലിൽ. നിങ്ങളുടെ നേതാക്കന്മാരുടെ മക്കൾ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ, കമ്പനി താല്പര്യങ്ങൾ, മോഹങ്ങൾ, കോടികൾ ബിസിനസ് താല്പര്യങ്ങൾ. ഞങ്ങൾ ആരെന്നറിയോ? ഞങ്ങൾ ഇന്ത്യ രൂപപ്പെടുത്തിയവരാ. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? കാരണം നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധി അറിയില്ല, നിങ്ങൾക്ക് ജവഹർലാൽ നെഹ്റുവിന്റെ ലെഗസിയെ കുറിച്ച് അറിയില്ല, നിങ്ങൾക്ക് ഗാന്ധി ഫാമിലി എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് നെഹ്റുവിന്റെ അല്ല, അതൊക്കെ ഇരിക്കട്ടെ ശ്രീ ഷഫീർ. ഇന്ത്യൻ ഭരണ